മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നേടാവുന്നതെല്ലാം സ്വന്തമാക്കിയ ശേഷമാണ് റയൽ മാഡ്രിഡിലേക്ക് റൊണാൾഡോ എത്തിയത്. എന്നാൽ സ്പാനിഷ് മണ്ണിലെ ആദ്യ സീസൺ റൊണാൾഡോയ്ക്ക് അത്ര സുഖകരമായിരുന്നില്ല. പരിക്കുകളും മോശം ഫോമും അവനെ അലട്ടി. ഇതിനു പുറമെ പെപ് ഗോർഡിയോളയുടെയും ലയണൽ മെസ്സിയുടെയും കീഴിൽ ചിരവൈരികളായ ബാഴ്സലോണ സ്പാനിഷ് ഫുട്ബോൾ അടക്കി ഭരിക്കുന്ന കാഴ്ച അവനിൽ കടുത്ത മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചു. 2011 പുതുവർഷം റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളുടേതായിരുന്നില്ല, മറിച്ച് നിരാശയുടേതായിരുന്നു. ജനുവരി മാസത്തിൽ സൂറച്ചിൽ നടന്ന ഫിഫ ബാലൻഡിയോർ പുരസ്കാര വേദി അതിനൊരു പ്രധാന കാരണമായി. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ ലയണൽ മെസ്സി തുടർച്ചയായ 2ാം വർഷവും സ്വന്തമാക്കുമ്പോൾ റൊണാൾഡോയ്ക്ക് ആദ്യ 3 സ്ഥാനങ്ങളിൽ പോലും എത്താനായില്ല. മെസ്സിക്കൊപ്പം ബാഴ്സലോണയുടെ തന്നെ സാവിയും ഇനിയസ്റ്റയുമായിരുന്നു അന്ന് പുരസ്കാര വേദിയിൽ നിറഞ്ഞു നിന്നത്. ബാഴ്സലോണ താരങ്ങൾ ലോക ഫുട്ബോളിന്റെ നെറുകയിൽ നിൽക്കുന്ന കാഴ്ച റൊണാൾഡോയ്ക്ക് വലിയ പ്രഹരമായിരുന്നു. ലോക ഫുട്ബോളിൽ തന്റെ സിംഹാസനം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവ് അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. റൊണാൾഡോ തളരാൻ തയ്യാറായിരുന്നില്ല. നിരാശകളെ അവൻ ബൂട്ടുകളിലേക്ക് ആവാഹിച്ചു. സാക്ഷാൽ ഹോസെ മൗറീഞ്ഞോയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ അവൻ കൂടുതൽ അപകടകാരിയായി മാറുന്നതാണ് 2011 തുടക്കത്തിൽ ഫുട്ബോൾ ലോകം കണ്ടത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സ്പാനിഷ് ലീഗിലും കോപ്പ ഡെൽ റേയിലും അവൻ ഗോളുകൾ അടിച്ചുകൂട്ടി. വിയാറയലിനും റയൽ സോസിഡാഡിനുമെതിരെ നേടിയ ഗോളുകളും ഹാട്രിക്കുകളും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാഹളമായിരുന്നു. ഓരോ മത്സരത്തിലും ഗോൾ വല കുലുങ്ങുമ്പോൾ അവൻ കൂടുതൽ കരുത്താർജിച്ചു. ഗോളടിയിൽ മെസ്സിയുമായി ഇഞ്ചോടിഞ്ച് പോരാടുന്ന റൊണാൾഡോയെയാണ് ഫുട്ബോൾ ലോകം കണ്ടത്. ഫെബ്രുവരി 5 തന്റെ 26ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ റൊണാൾഡോയുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ബാഴ്സലോണയുടെ ആധിപത്യം തകർക്കുക. ആ ലക്ഷ്യത്തിലേക്കുള്ള കാത്തിരിപ്പ് അധികം നീണ്ടില്ല. 2011 ഏപ്രിൽ മാസം സ്പാനിഷ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വീർപ്പുമുട്ടിക്കുന്ന ദിനങ്ങളായാണ് അറിയപ്പെടുന്നത്. വെറും 18 ദിവസങ്ങൾക്കുള്ളിൽ 4 തവണയാണ് ബാഴ്സലോണയും റയൽ മാഡ്രിഡും നേർക്കുനേർ വന്നത്. ഇതിലേറ്റവും നിർണായകമായത് ഏപ്രിൽ 20 വലൻസിയയിലെ മൊസ്റ്റാല്ല സ്റ്റേഡിയത്തിൽ നടന്ന കോപ്പ ഡെൽ റേ ഫൈനലായിരുന്നു. ലോക ഫുട്ബോളിലെ രാജാക്കന്മാരെ തീരുമാനിക്കുന്ന ആ രാത്രിയിൽ ഗോർഡിയോളയുടെ ടിക്കിറ്റാക്ക മൗറീഞ്ഞോയുടെ തന്ത്രങ്ങൾ കൊണ്ട് നേരിടാൻ റയൽ മാഡ്രിഡ് കച്ചകെട്ടിയിറങ്ങി. ഇരു ടീമുകളും ഗോളൊന്നും നേടാനാകാതെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. മത്സരം 103 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്നു. കളിക്കാർ തളർന്നു തുടങ്ങി. എന്നാൽ റൊണാൾഡോയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുകയായിരുന്നു. ക്യാമ്പ് നൗവിൽ ഏറ്റുവാങ്ങിയ ആ 5 ഗോളുകളുടെ അപമാനം, മെസ്സിക്ക് മുന്നിൽ നഷ്ടപ്പെട്ട ബാലൻഡിയോർ, തന്നെ അഹങ്കാരിയെന്ന് വിളിച്ചു കൂവിയാർത്ത കാണികൾ, എല്ലാം അവന്റെ മനസ്സിൽ ഒരു തിരമാല പോലെ അലയടിച്ചു. തന്നെ എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ തന്റെ മൂല്യം തെളിയിക്കാൻ ഇതിലും വലിയൊരു വേദി ലഭിക്കാനില്ല. ഈ ഒറ്റ നിമിഷം, അതിനുവേണ്ടിയാണവൻ കാത്തിരുന്നത്. പെട്ടെന്നാണ് ഇടതു വിങ്ങിൽ നിന്ന് ഏഞ്ചൽ ഡി മരിയയുടെ ഇടങ്കാലിൽ നിന്നും ആ ക്രോസ് ഉയർന്നു വന്നത്. ബാഴ്സലോണയുടെ പെനാൽറ്റി ബോക്സിലേക്ക് പാഞ്ഞുവന്ന ആ പന്തിലേക്ക് അവൻ കണ്ണു നട്ടു.
ആ നിമിഷം സ്റ്റേഡിയത്തിലെ 10,000-ങ്ങളുടെ ആർപ്പുവിളികളും ലോകത്തെ മറ്റെല്ലാ ശബ്ദങ്ങളും അവനിൽ നിന്നും മാഞ്ഞുപോയി. സകല ദേഷ്യവും വാശിയും ആവാഹിച്ച് വില്ലുപോലെ വളഞ്ഞ് സർവശക്തിയുമെടുത്തവൻ ആ പന്ത് തലകൊണ്ട് വലയിലേക്ക് ഇടിച്ചിറക്കി. സ്പാനിഷ് ഫുട്ബോൾ ചരിത്രം കണ്ട ഏറ്റവും മനോഹരവും രൗദ്രവുമായ ഹെഡർ ഗോളുകളിലൊന്ന്. വല കുലുങ്ങിയ ആ നിമിഷം റൊണാൾഡോയുടെ അടക്കിപ്പിടിച്ച വികാരങ്ങളെല്ലാം പൊട്ടിത്തെറിക്കുകയായിരുന്നു. തന്റെ നെഞ്ചിലെ വലിയൊരു ഭാരം ഇറക്കി വച്ചതുപോലെ തങ്ങളെ പരിഹസിച്ച ലോകത്തിനു മുന്നിൽ തലകുനിച്ചു നിന്ന അതേ സ്പാനിഷ് മണ്ണിൽ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. അലക്സ് ഫെർഗൂസന് ശേഷം അവനെ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കിയ പരിശീലകൻ ഹോസെ മൗറിഞ്ഞോയുടെ തന്ത്രങ്ങളും റൊണാൾഡോയുടെ അസാമാന്യമായ വേഗതയും ഒത്തുചേർന്നപ്പോൾ റയൽ മാഡ്രിഡ് എന്ന സ്പാനിഷ് വമ്പന്മാർ തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്തു. റൊണാൾഡോയുടെ ഉയർത്തെഴുന്നേൽപ്പും മാഡ്രിഡിന്റെ കിരീട നേട്ടങ്ങളും ഫുട്ബോൾ ലോകത്തെ ആവേശം കൊള്ളിച്ചെങ്കിലും മറുഭാഗത്ത് ലയണൽ മെസ്സി വെറുതെയിരിക്കുകയായിരുന്നില്ല. റൊണാൾഡോ റയൽ മാഡ്രിഡിനെ വിജയങ്ങളിലേക്ക് നയിക്കുമ്പോൾ പെപ് ഗോർഡിയോളയുടെ ചിറകിലേറി മെസ്സി തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലേക്ക് കുതിക്കുകയായിരുന്നു. 2011-2012 സീസണിൽ സ്പാനിഷ് ലീഗിൽ റൊണാൾഡോ അവിശ്വസനീയമായ 46 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ മെസ്സി മറുപടി നൽകിയത് 50 ഗോളുകൾ അടിച്ചുകൊണ്ടായിരുന്നു. ആ സീസണിൽ എല്ലാ ചാമ്പ്യൻഷിപ്പുകളിൽ നിന്നുമായി മെസ്സി നേടിയത് 73 ഗോളുകളാണ്. ഫുട്ബോൾ ലോകം അക്ഷരാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു യുദ്ധക്കളമായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരാൾ ഒരു റെക്കോർഡ് തിരുത്തുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ മറ്റേയാൾ പുതിയൊരു ചരിത്രം രചിക്കുന്ന അവിശ്വസനീയമായ കാലം. എന്നാൽ കളിക്കളത്തിലെ ഈ ഗോളടിയേക്കാൾ ഉപരി മാധ്യമങ്ങളും ഫുട്ബോൾ ലോകവും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു വലിയ വിവാദം ആ സമയത്ത് പുകയുന്നുണ്ടായിരുന്നു. നല്ലവനായ മെസ്സിയും അഹങ്കാരിയായ റൊണാൾഡോയും എന്നതായിരുന്നു ആ വ്യാഖ്യാനം. മാധ്യമങ്ങൾ മെസ്സിയെ ജന്മനാ കഴിവ് ലഭിച്ച ശാന്തനായ വിനയമുള്ള ഒരു ഫുട്ബോൾ മാന്ത്രികനായി വാഴ്ത്തിപ്പാടിയപ്പോൾ റൊണാൾഡോയെ കഠിനാധ്വാനിയായ എന്നാൽ അഹങ്കാരിയും സ്വാർത്ഥനുമായ ഒരു കളിക്കാരനായി മുദ്രകുത്തി. റൊണാൾഡോയുടെ ഓരോ പ്രതികരണങ്ങളെയും അവർ വിമർശന ബുദ്ധിയോടെ മാത്രം കണ്ടു. ലോകത്തെ ഏറ്റവും വലിയ 2 താരങ്ങൾ തമ്മിലുള്ള മത്സരത്തെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമായി പലപ്പോഴും ഫുട്ബോൾ ജേർണലിസ്റ്റുകൾ തിരുത്തിയെഴുതി. ഈ മാധ്യമ സൃഷ്ടി റൊണാൾഡോയെ മാനസികമായി വല്ലാതെ വേട്ടയാടി. റയൽ മാഡ്രിഡിന്റെ സ്റ്റേഡിയത്തിന് പുറത്ത് അവൻ പന്ത് തൊടുമ്പോഴെല്ലാം ഗാലറികളിൽ നിന്നും മെസ്സി മെസ്സി എന്ന പരിഹാസമുയർന്നു. എതിർ ടീം ആരാധകർ അവനെ മാനസികമായി തകർക്കാൻ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധമായിരുന്നു മെസ്സിയുടെ പേര്. അതിനു മുൻപ് തന്നെ റൊണാൾഡോ തന്റെ ജീവിതത്തെ ലോകത്തിനു മുന്നിൽ തുറന്നുവെച്ചിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ സൂപ്പർ താരമായി വളർന്നുകൊണ്ടിരുന്ന 2007 അദ്ദേഹത്തിന്റെ ആത്മകഥയായ മൊമെന്റ്സ് പ്രസിദ്ധീകരിക്കുന്നത്. മഡെയ്റയിലെ ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലത്തു നിന്നും ലോകമറിയുന്ന താരത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയുടെ വൈകാരികമായ ഏടുകളായിരുന്നു ആ പുസ്തകം. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ആത്മകഥ എഴുതിക്കൊണ്ട് വലിയവനാകാനുള്ള ശ്രമമാണ് വർഷങ്ങൾക്ക് മുൻപേ തന്നെ റൊണാൾഡോ നടത്തിയതെന്നുള്ള ആരോപണങ്ങൾ പോലും മാധ്യമങ്ങൾ ഉയർത്തി.
റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിലുള്ള പോരാട്ടങ്ങൾക്ക് പുറമെ അന്താരാഷ്ട്ര വേദിയിലും റൊണാൾഡോയും മെസ്സിയും നേർക്കുനേർ വന്ന വർഷമായിരുന്നു 2011. പോർച്ചുഗലും അർജന്റീനയും തമ്മിൽ നടന്ന ഒരു അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിന് മുൻപ് റൊണാൾഡോയും മെസ്സിയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ദൃശ്യം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും ഐതിഹാസികമായ ചിത്രങ്ങളിലൊന്നായി മാറി. മെസ്സിയോ റൊണാൾഡോയോ ആരാണ് മികച്ച ഫുട്ബോളർ എന്ന വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് അത് സംഭവിച്ചത്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 2011 സെപ്റ്റംബറിൽ റൊണാൾഡോയുടെ സ്പോൺസർമാരായ കാസ്ട്രോൾ റൊണാൾഡോ ടെസ്റ്റഡ് ടു ദ ലിമിറ്റ് എന്ന പേരിൽ ഒരു ടെലിവിഷൻ ഡോക്യുമെന്ററി പുറത്തിറക്കി. റൊണാൾഡോയുടെ ശാരീരികവും മാനസികവുമായ കരുത്തളക്കുന്ന കഠിനമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളായിരുന്നു അതിന്റെ ഉള്ളടക്കം. അൾട്രാ മോഡേൺ ലാബുകളിൽ സ്പോർട്സ് സയന്റിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന ആ പരീക്ഷണങ്ങളുടെ ഫലം കണ്ട് ലോകമാധ്യമങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു. പരീക്ഷണങ്ങളുടെ ആദ്യഘട്ടം വേഗതയളക്കുക എന്നതായിരുന്നു. സ്പെയിനിലെ 100 മീറ്റർ സ്പ്രിന്റ് ചാമ്പ്യനായ ഏഞ്ചൽ ഡേവിഡ് റോഡ്രിഗസിനോടൊപ്പമായിരുന്നു റൊണാൾഡോ മത്സരിച്ചത്. 25 മീറ്റർ ഓട്ടത്തിൽ സ്പ്രിന്റർ നേരിയ വ്യത്യാസത്തിൽ മുന്നിലെത്തിയെങ്കിലും യഥാർത്ഥ അത്ഭുതം നടന്നത് രണ്ടാമത്തെ പരീക്ഷണത്തിലായിരുന്നു. ഫുട്ബോൾ മൈതാനത്തെ അനുസ്മരിപ്പിക്കുന്ന സിഗ്സാഗ് ഓട്ടത്തിൽ സ്പ്രിന്ററെ ബഹുദൂരം പിന്നിലാക്കി റൊണാൾഡോ കുതിച്ചു പാഞ്ഞു. വളരെ താഴ്ന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റി നിലനിർത്തിക്കൊണ്ട് അതിവേഗത്തിൽ വെട്ടിത്തിരിയാനും ദിശ മാറ്റാനുമുള്ള അവന്റെ അസാമാന്യ മെയ്വഴക്കം ഒരു സൂപ്പർ ഹീറോയുടേതിന് തുല്യമാണെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തി. ഒരു സൂപ്പർ മോഡലിനേക്കാൾ 3% കുറഞ്ഞ ബോഡി ഫാറ്റ് മാത്രമുള്ള ആ ശരീരപ്രകൃതി ലോകത്തെ അമ്പരപ്പിച്ചു. മാത്രമല്ല NBA ബാസ്കറ്റ്ബോൾ താരങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു റൊണാൾഡോയുടെ ജമ്പിംഗ് പവർ. സെൻസറുകൾ ഘടിപ്പിച്ച പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള കുതിച്ചുചാട്ടത്തിൽ റൊണാൾഡോ വായുവിൽ ഉയർന്നത് 78 സെന്റിമീറ്റർ ആയിരുന്നു. അതായത് ശരാശരി ബാസ്കറ്റ്ബോൾ കളിക്കാരെക്കാൾ ഏറെ ഉയരത്തിൽ. നിലത്തുനിന്ന് കുതിക്കുമ്പോൾ അവന്റെ കാലുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മർദ്ദം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഭൂമിയിൽ സ്വാഭാവികമായി നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് 1G. ഒരു റോക്കറ്റ് ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ അതിലുള്ള ബഹിരാകാശ യാത്രികർക്ക് അനുഭവപ്പെടുന്നത് ഏകദേശം 3G മുതൽ 4G വരെ ഫോഴ്സാണ്. എന്നാൽ റൊണാൾഡോ കുതിച്ചു ചാടുമ്പോൾ കാലുകൾ കൊണ്ട് ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്ന ബലം 5G ആയിരുന്നു. അതായത് ഒരു റോക്കറ്റ് കുതിച്ചുയരുമ്പോൾ അതിലെ യാത്രികർ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ മർദ്ദവും സ്ഫോടനാത്മകമായ കരുത്തും ആ ഒരൊറ്റ സെക്കൻഡിൽ അവന്റെ കാലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. തന്റെ ശരീരഭാരത്തിന്റെ 5 ഇരട്ടി ഭാരം കാലുകൾ കൊണ്ട് ഗ്രൗണ്ടിലേക്ക് അതിശക്തമായി അമർത്തിയാണവൻ വായുവിലേക്ക് ഒരു അമാനുഷികനെ പോലെ ഉയർന്നു പൊങ്ങുന്നത്. വായുവിൽ ഗുരുത്വാകർഷണത്തെ തോൽപ്പിച്ച് നിശ്ചലനായി നിൽക്കാൻ അവനെ സഹായിക്കുന്നതും ഈ അതിമാനുഷികമായ കരുത്ത് തന്നെയാണ്. എന്നാൽ ആ ലാബിലുണ്ടായിരുന്നവരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് അവന്റെ മാനസിക വേഗത പരിശോധിച്ച ഇരുട്ടിലെ പരീക്ഷണമായിരുന്നു.
പെനാൽറ്റി ബോക്സിലേക്ക് ഒരാൾ പന്ത് കിക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ലാബിലെ വെളിച്ചം പൂർണ്ണമായും അണയുന്നു. കൂരിരുട്ടിൽ പന്ത് എവിടെയാണെന്ന് കണ്ണുകൾക്ക് കാണാനാകില്ല. എന്നാൽ പന്ത് കിക്ക് ചെയ്യുന്നയാളുടെ ശരീരചലനം കാണുന്ന ആ ഒരൊറ്റ സെക്കൻഡിൽ പന്തിന്റെ വേഗതയും ദിശയും പാതയും തലച്ചോറിൽ കണക്കുകൂട്ടി ഇരുട്ടിൽ കൃത്യമായി ചാടിയുയർന്ന് അവൻ ആ പന്ത് വലയിലാക്കി. ഒരു കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ അവന്റെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഫുട്ബോൾ അവന്റെ സിരകളിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണെന്നും സ്പോർട്സ് സൈക്കോളജിസ്റ്റുകൾ അത്ഭുതത്തോടെ സാക്ഷ്യപ്പെടുത്തി. അടുത്തത് അവനിലെ രൗദ്രഭാവം പുറത്തെടുക്കാനുള്ള ഊഴമായിരുന്നു. ഗോൾ പോസ്റ്റിന്റെ സ്ഥാനത്ത് നിരത്തിവെച്ചിരിക്കുന്ന കൂറ്റൻ ഗ്ലാസ് ചില്ലുകൾ. മുഴുവൻ കരുത്തുമെടുത്ത് കിക്ക് ചെയ്യാനായിരുന്നു ശാസ്ത്രജ്ഞരുടെ നിർദ്ദേശം. വായുവിനെ കീറി മുറിച്ചുകൊണ്ട് റൊണാൾഡോയുടെ വലതുകാൽ പന്തിലേക്ക് ആഞ്ഞടിച്ചു. ഒരിടിമുഴക്കം പോലെ മണിക്കൂറിൽ 130 കിലോമീറ്ററിലേറെ വേഗത്തിൽ പാഞ്ഞ ബോൾ ഗ്ലാസ് ചില്ലുകളെ ഛിന്നഭിന്നമാക്കി. ലോകത്തെ ഏത് പ്രതിരോധ കോട്ടയും തകർക്കാൻ പോന്ന ആ പ്രഹരശേഷിക്ക് മുന്നിൽ ലാബിലെ ഉപകരണങ്ങൾ പോലും വിറങ്ങലിച്ചു നിന്നു. എന്നാൽ ആ കരുത്തിനേക്കാൾ ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചത് അവന്റെ ആ സിഗ്നേച്ചർ ഫ്രീ കിക്കുകളുടെ അനാട്ടമിയായിരുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരുടെ പേടി സ്വപ്നമായ ആ നക്കിൾ ബോൾ ഷോട്ടുകൾ 3D ക്യാമറകളുടെ സഹായത്തോടെ അവർ സൂക്ഷ്മമായി പരിശോധിച്ചു. സാധാരണ കളിക്കാർ പന്ത് വളയ്ക്കാൻ അതിൽ സ്പിൻ നൽകുമ്പോൾ റൊണാൾഡോ തികച്ചും വ്യത്യസ്തനായിരുന്നു. പന്തിന്റെ കൃത്യം മധ്യഭാഗത്ത് ഒരു ചുറ്റിക കൊണ്ടടിക്കുന്നത് പോലെയാണവൻ പ്രഹരിക്കുന്നത്. ഈ ഒരൊറ്റ പ്രഹരത്തിൽ പന്തൊട്ടും കറങ്ങാതെ വായുവിലേക്ക് ഉയരുന്നു. കറക്കമില്ലാതെ പന്ത് വായുവിലൂടെ പോകുമ്പോൾ പന്തിലെ തുന്നലുകളിൽ കാറ്റ് തട്ടി അതിനു ചുറ്റും ചെറിയ ചുഴികൾ രൂപപ്പെടുന്നു. ഇതോടെ വായുവിൽ വെച്ച് പന്തിന്റെ ഗതി പ്രവചനാതീതമായി മാറുകയാണ്. കാറ്റുപിടിച്ച ഒരു ബലൂൺ പോലെ എങ്ങോട്ടാണ് തിരിയുന്നതെന്നോ എപ്പോഴാണ് താഴേക്ക് പതിക്കുന്നതെന്നോ ഒരു ഗോൾ കീപ്പർക്കും പ്രവചിക്കാൻ കഴിയില്ല. കേവലം പേശീബലം മാത്രമല്ല, ഭൗതികശാസ്ത്രത്തിലെ കാറ്റിന്റെ ഗതിവിഗതികൾ കൂടി അറിഞ്ഞുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിനെ പോലെയാണവൻ ഓരോ ഫ്രീ കിക്കും എടുക്കുന്നതെന്ന് ആ 3D ക്യാമറകൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. മൈതാനത്ത് കാണുന്ന റൊണാൾഡോ എന്ന വിസ്മയത്തിന് പിന്നിലെ ശാസ്ത്രം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ശാസ്ത്രം തെളിയിച്ച ആ അമാനുഷിക കരുത്ത് കേവലം ലാബുകളിലെ പരീക്ഷണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. 2011-2012 സീസണിൽ സ്പാനിഷ് മൈതാനങ്ങൾ ആ വിസ്മയത്തിന് സാക്ഷ്യം വഹിച്ചു. മെസ്സിയുടെ മാന്ത്രികതയ്ക്ക് മുന്നിൽ റയൽ മാഡ്രിഡ് പകച്ചുനിന്ന കാലത്താണ് സ്വന്തം ശരീരത്തെ തന്നെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാക്കി മാറ്റിയ ഈ പോരാളി അവർക്ക് കാവലായി മാറുന്നത്. ലാബിലെ പരീക്ഷണങ്ങളെ വെല്ലുന്ന പ്രകടനമായിരുന്നു ഓരോ വീക്കെൻഡിലും സ്പെയിനിലെ പുൽമൈതാനങ്ങളിൽ അവൻ കാഴ്ചവെച്ചത്. എതിരാളികളുടെ പ്രതിരോധ കോട്ടകളെ അതിവേഗത്തിൽ കീറിമുറിച്ചും അവർക്ക് മുകളിലൂടെ അനായാസം ഉയർന്നു ചാടി ഹെഡറുകൾ പായിച്ചും അവൻ ഗോളുകൾ അടിച്ചുകൂട്ടി. ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ആ ശരീരത്തിന് മുന്നിൽ സ്പാനിഷ് ക്ലബ്ബുകൾ പകച്ചുനിന്നു. 2012 മാർച്ച് 24 റയൽ സോസിഡാഡിനെതിരായ മത്സരത്തിൽ റൊണാൾഡോ സ്പാനിഷ് ലീഗിലെ തന്റെ 100ാം ഗോൾ വലയിലാക്കി. കേവലം 92 മത്സരങ്ങളിൽ നിന്നായിരുന്നു ആ നേട്ടം.
റയൽ മാഡ്രിഡിന്റെ ഇതിഹാസ താരം ഫെറൻക് പുസ്കാസ് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചിരുന്ന വലിയൊരു ക്ലബ് റെക്കോർഡാണ് ആ രാത്രി റൊണാൾഡോ നിഷ്കരുണം തിരുത്തി എഴുതിയത്. ശാസ്ത്രം അടിവരയിട്ട അവന്റെ ആ അമാനുഷിക കരുത്തും കൃത്യതയും ഫുട്ബോൾ ചരിത്രത്തിലെ ഓരോ ഏടുകളിലും പുതിയ അധ്യായങ്ങൾ രചിക്കുകയായിരുന്നു.